മുൻ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം. മലങ്കര ടൂറിസം പദ്ധതിയിലെ 112 കോടിയുടെ ക്രമക്കേട് പരാതിയിലാണ് അന്വേഷണം. ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുകയാണ്. എബി, റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്? എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? അത് എന്താണ്? മായ 112 കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിവരമായി ഇതിനകത്ത് പറയുന്നത്. മലങ്കര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അഴിമതി നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പരാതിക്കാരന്റെ ആരോപണം. ഇടുക്കി മുട്ടം സ്വദേശിയായിട്ടുള്ള ബേബി ജോസഫാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതിയിൽ വിജിലൻസ് ഇപ്പോൾ അതിന്റെ അന്വേഷണ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിക്ക്, അത് FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഈ കരാർ നൽകിയിരുന്നത്. അത് ടെൻഡർ നടപടി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അഴിമതികൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ഈ കമ്പനിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു നടപടികളിലേക്ക് കടന്നത്. ടെൻഡർ കൃത്യമായ രീതിയിൽ വിളിച്ചില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ലാഭവിഹിതത്തിൽ 3.5% മാത്രമായിരിക്കും സർക്കാരിലേക്ക് പോവുക. ബാക്കിയൊക്കെയും ലഭിക്കുന്നത് ആ കമ്പനിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഈ ആരോപണത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. ഈ സർക്കാർ അധികാരമേറ്റ് 6ാം നാളാണ് ഇത്തരത്തിൽ ഒരു മന്ത്രിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സർക്കാർ അധികാരം ഏറ്റെടുത്ത് 2ാമത്തെ ദിവസം തന്നെ 1ാമത്തെ ദിവസം തന്നെ ഈ ഗൺമാന്മാർക്കെതിരെ, മന്ത്രിമാരുടെ, മുഖ്യമന്ത്രി സ്റ്റാഫിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ നടപടികളിലേക്ക് കടക്കുന്ന നിലയുണ്ടായി. എന്നാൽ കൃത്യം 6ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഒരു മന്ത്രിക്കെതിരെ തന്നെ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ 10 വർഷം അത് രക്ഷാപ്രവർത്തനത്തിന് ആളുകളാണെങ്കിൽ ഇപ്പോൾ ഇതാ ഈ ശിക്ഷാ പ്രവർത്തനത്തിന് നാളുകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി റോഷി ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്ന ഒരു നില കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നത് നിരവധി തവണ പത്രങ്ങളിൽ ഉൾപ്പെടെ പരസ്യങ്ങൾ നൽകിയിരുന്നു ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട്. ആ ഒരു കമ്പനി മാത്രമാണ് ഈ ടെൻഡറിന് വേണ്ടി എത്തിയിരുന്നത് എന്നുള്ളതാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹവും വിശദീകരിക്കുന്നുണ്ട്. മായ എബിയാണ് വിവരങ്ങൾ നൽകിയത്. മുൻ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നു. മലങ്കര ടൂറിസം പദ്ധതിയിലെ 112 കോടിയുടെ ക്രമക്കേട് പരാതിയിലാണ് അന്വേഷണം വരുന്നത്. FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കരാർ നൽകിയതിൽ വലിയ ക്രമക്കേടെന്നാണ് ആരോപണം ഉയരുന്നത്. മുട്ടം സ്വദേശി ബേബി ജോസഫാണ് പരാതിക്കാരൻ എന്ന് എബി റിപ്പോർട്ട് ചെയ്തു.